പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്യാസ് ഏജൻസി ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. രാജ്യത്തുടനീളം പാചകവാതക ക്ഷാമം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതെ മോദി സർക്കാർ നിഷ്ക്രിയമായിരിക്കുകയാണ് എന്നും ഗ്യാസ് പോയ ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും പറഞ്ഞായിരുന്നു പ്രതിഷേധം. DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രജനി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ശ്രീമതി ലാലി ജോൺ, സുധാ നായർ, ഗീതാ ചന്ദ്രൻ, മഞ്ജു വിശ്വനാഥ്, ആശാ തങ്കപ്പൻ, എലിസബത്ത് അബു, പ്രസീത രഘു എന്നിവർ സംസാരിച്ചു. കിട്ടാത്ത ഒരു അവസ്ഥ കൂടിയായിട്ടുണ്ട്. നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലും വളരെ വ്യക്തമായിട്ടുണ്ട് ഹോട്ടൽ ജീവനക്കാരുടെയൊക്കെ ഒരു ആദിയെ കുറിച്ച്. പല ഹോട്ടലുകളും, ജില്ലയിലുള്ള പല ഹോട്ടലുകളും അടച്ചിടേണ്ട ഗതികേടിലേക്ക് ഹോട്ടൽ ഉടമകൾ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിൽ മറ്റൊരു കാര്യം നമുക്ക് കാണാനായി. അതായത് ടൗൺ ഏരിയയില് നമുക്ക് 25 ദിവസം കഴിഞ്ഞേ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. എന്നാൽ ഗ്രാമപ്രദേശങ്ങളില് 45 ദിവസത്തേക്ക് നീട്ടി വെച്ചേക്കുന്നു. അവർ നമുക്ക് മറ്റൊരു ഉപകാരം കൂടി ചെയ്തു തന്നു. എന്താണെന്ന് ചോദിച്ചാല്, ഈ ചാണകപ്പാളികൾ ഉത്തരേന്ത്യയിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ചാണകപ്പാളി വെച്ച് അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യനായ DCCയുടെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ ജോൺസൺ വിളവനാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ DCC ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ആസാദ് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. സാഹചര്യത്തെ പറ്റി ഇവിടെ ബഹുമാന്യയായ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലുണ്ടായ ആ യുദ്ധം മൂലം സംഘർഷപരിതമായ അന്തരീക്ഷത്തിൽ അതിന്റെ തിക്തഫലങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇടിവെട്ടിയതിനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ പാചകവാതക സിലിണ്ടർ. അതിന്റെ വില വർദ്ധിപ്പിച്ചു. എങ്ങനെയെങ്കിലും വില കൊടുത്താൽ അത് കിട്ടണം എങ്കിൽ 45-60 ദിവസത്തിനകം കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. കേരളത്തിലെ 1 ലക്ഷത്തോളം ഹോട്ടൽ ഇപ്പൊ 20% അടഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് ഹോട്ടലുകളെ അടയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ആളുകളെ കൂടുതൽ ബാധിക്കും. ഒരു സിലിണ്ടറിന് 65 രൂപയും വാണിജ്യ ഉപഭോക്താക്കൾക്ക് 110 രൂപയും ഒരു സിലിണ്ടറിൽ കൂട്ടിയിരിക്കുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-60 ദിവസങ്ങളെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്തത് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.